ഹല്ലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, മഹത്വത്തിൻ സാന്നിധ്യം. ഈ ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥിച്ചൊരുങ്ങി കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. 37-ാം സങ്കീർത്തനം 28-ാം തിരുവചനം. കർത്താവ് തൻ്റെ വിശുദ്ധരെ പരിത്യജിക്കുകയില്ല. സങ്കീർത്തകൻ്റെ ആഴമേറിയ വിശ്വാസമാണ്. കർത്താവ് ഒരു നാളും തൻ്റെ വിശുദ്ധരെ ഉപേക്ഷിക്കുകയില്ല. എത്ര അർത്ഥവത്താണ് ഈ വചനം. നമ്മുടെ ജീവിതത്തിൻ്റെ പല നിമിഷങ്ങളിലും ഈ വചനത്തിൻ്റെ കൃപ അനുഭവിച്ചവരാണ് നമ്മൾ. പലവിധ പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും വെല്ലുവിളികളും വേദനകളെല്ലാം നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിച്ചപ്പോഴും കർത്താവിൻ്റെ അത്ഭുതകരം നമ്മുടെ മേലുണ്ടായിരുന്നു. വിശ്വസ്തയോടെ ഇന്നോളം അവിടുന്ന് നമ്മെ പരിപാലിച്ചു. ഒരു നാളും കർത്താവ് നമ്മെ തള്ളിക്കളഞ്ഞില്ല, ഉപേക്ഷിച്ചില്ല. തൻ്റെ വിശുദ്ധരെ ഒരു നാളും കർത്താവ് പരിത്യജിക്കുകയില്ല. വളരെ പ്രതിസന്ധികളും വേദനകളൊക്കെ നിറഞ്ഞ ഈ നാളുകളിൽ നമുക്ക് തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ആത്മാവിനാലെ എല്ലാവരും പ്രത്യാശയുള്ളവരാകാൻ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ കുടുംബങ്ങൾ, കൂട്ടായ്മകൾ, ദേശങ്ങൾ, രാജ്യങ്ങൾ, ഭൂഖണ്ഡങ്ങളെല്ലാം സൗഖ്യത്തിലേക്കും വിമോചനത്തിലേക്കും കടന്നു വരുവാൻ ഒരു മനസ്സോടെ നമുക്ക് കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കാം. നമ്മുടെ മനസ്സിൻ്റെ ഭാരങ്ങൾ, ഹൃദയത്തിൻ്റെ ആകുലതകളെല്ലാം വിട്ടുകളഞ്ഞ് നമ്മളെ ഭയപ്പെടുത്തുന്ന, ആശങ്കപ്പെടുത്തുന്ന എല്ലാ അസ്വസ്ഥതകളെയും കർത്താവിൻ്റെ ബലമുള്ള കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് നമ്മുടെ മധ്യയുള്ള പരിശുദ്ധാത്മാവിൻ്റെ സജീവമായ സാന്നിധ്യം അനുഭവിച്ച് ഒരു മനസ്സോടെ കരങ്ങൾ ഉയർത്തി നമ്മൾ ഒരുമിച്ച് വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ, 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 ഞങ്ങളിൽ വരണമേ, ഞങ്ങളിൽ വരണമേ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ, ഞങ്ങൾക്ക് ആവശ്യമായ വചനം നൽകണമേ, ഞങ്ങൾക്ക് ആവശ്യമായ വചനം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. യേശുവേ സ്തുതി. കരങ്ങൾ അടിച്ച് ആത്മാവിൽ നിറഞ്ഞ് ഈശോ നൽകുന്ന സൗഖ്യവും സ്നേഹവും പ്രത്യാശയും രക്ഷയും സ്വന്തമാക്കി നമ്മളായിരിക്കുന്നിടത്ത് എല്ലാം മറന്ന് കർത്താവിനെ പാടി പാടി മഹത്വപ്പെടുത്തുകയാണ്. ഇത് കൃപയുടെ സമയമാണ്, അനുഗ്രഹത്തിന് നിമിഷമാണ്. അനേകരിലേക്ക് പരിശുദ്ധാത്മ ശക്തി ഇടിമിന്നൽ പോലെ വ്യാപരിക്കുന്ന സമയം. എല്ലാം മറന്ന് ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ. നാദാ, നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളു അനുഗ്രഹിക്കൂ. ചേർന്ന് പാടുകേ. ഞങ്ങളിത് ഒരുമിച്ച് വന്നിരിക്കുകയാണ്. കൃപ തരണമേ, അഭിഷേകം പകരണമേ. നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളു അനുഗ്രഹിക്കൂ. നാദാ, നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളു അനുഗ്രഹിക്കൂ. ഈശോയേ, കൃപ കൃപ കൃപ, അഭിഷേകം നിറയട്ടെ നിറയട്ടെ നിറയട്ടെ. അനുഗ്രഹിക്കൂ. ദേശമെല്ലാം ഉണർന്നിടുവാൻ, യേശുവിനെ ഉയർത്തിടുവാൻ നമ്മൾ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്. കർത്താവേ, എല്ലാം ഉണർവ് വ്യാപരിക്കട്ടെ. നിർജീവത്വങ്ങള്, മന്ദതകള്, മരവിപ്പുകള്, നിസ്സംഗതകള് യേശുനാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ആ ശിഷ്യമാരി അയക്കേണമേ, ഈ ശിഷ്യരാ നിന്ദാസരിന്മേൽ കാര്യങ്ങൾ ഉയർത്തിയടിച്ച് ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ.
നിന്റെ വൻ കൃപകൾ ഞങ്ങൾക്കരുളൂ അനുഗ്രഹിക്കൂ. ഈശോയെ 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 വരം കൃപ ഒഴുകട്ടെ. ഞങ്ങൾ വരുന്നു തിരുസവിധേ നാഥാ, നിന്റെ വൻ കൃപകൾ ഞങ്ങൾക്കരുളൂ അനുഗ്രഹിക്കൂ. ഞങ്ങൾക്കരുളൂ അനുഗ്രഹിക്കൂ. ഞങ്ങൾക്കരുളൂ അനുഗ്രഹിക്കൂ. എല്ലാം മറന്ന് കരങ്ങൾ ഉയർത്തി ഇടിമുഴക്ക ശക്തിയോടെ പെരുവെള്ളത്തിൽ ഇരുമ്പലോടെ ജീവിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ച് ഒരു മനസ്സോടെ വിളിക്കുന്നു, യേശുവേ, ജീവിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ പൊന്നു കർത്താവേ, ഞങ്ങളുടെ മധ്യേ വരണമേ, ഞങ്ങളുടെ മധ്യേ വരണമേ. കൃപയുടെ കരങ്ങൾ, അനുഗ്രഹത്തിന്റെ കരങ്ങൾ നീട്ടിത്തരണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പാപപൈശാചിക ശക്തികള്, നാരിക ബന്ധനങ്ങള്, സിനിമയുടെ പോരുകള് കർത്താവ് വചനമയച്ച് വിടുവിക്കണമേ, കെട്ടുപൊട്ടിക്കണമേ, നുരമൊടിക്കണമേ, ബന്ധനം അഴിക്കണമേ. അനേകമായിരങ്ങളെ പ്രത്യാശയാലും സൗഖ്യത്താലും നിറയ്ക്കണമേ. ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കൃപ ഒഴുകട്ടെ. കുടുംബങ്ങളിലേക്ക് കൃപ ഒഴുകട്ടെ. ദേശങ്ങളിലേക്ക് കൃപ ഒഴുകട്ടെ. രാജ്യങ്ങളിലേക്ക് കൃപ ഒഴുകട്ടെ. സഭാ സമൂഹങ്ങളിലേക്ക് കൃപ ഒഴുകട്ടെ. ഓരോ വ്യക്തിയിലേക്കും കർത്താവേ കൃപ ഒഴുകട്ടെ, കൃപ ഒഴുകട്ടെ, കൃപ ഒഴുകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. നിരാശയിൽ നിന്ന്, വിഷാദത്തിൽ നിന്ന്, ദുഃഖത്തിൽ നിന്ന്, നൊമ്പരങ്ങളിൽ നിന്ന്, വിവിധങ്ങളായിട്ടുള്ള ആശങ്കകളിൽ നിന്ന് പതിനായിരങ്ങളെ കർത്താവേ വിമോചിപ്പിക്കണമേ. പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. ഫിൽ ഹോളി സ്പിരിറ്റ്, ഫിൽ ഹോളി സ്പിരിറ്റ്, ഫിൽ ഹോളി സ്പിരിറ്റ്. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. കർത്താവെ ഞങ്ങൾ ഉണർത്തണമേ. കാലത്തിന്റെ സൂചനകൾ തിരിച്ചറിഞ്ഞ് ഞങ്ങൾ ഉണരുവാൻ, ഞങ്ങൾ ആക്റ്റീവ് ആകുവാൻ, ഞങ്ങൾ കൂടുതൽ സമർപ്പണമുള്ളവരാകുവാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. അമ്മ മാതാവേ, സൗസേ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. വചനം ധ്യാനിക്കുമ്പോ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതങ്ങളെ ആത്മാവിൽ ഉണർത്തുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രത്യാശയുള്ളവരാകാം. ഒരുപാട് ആശങ്കകളും ആകുലതകളും ഭയപ്പാടുകളും നീറുന്ന ചില നൊമ്പരങ്ങളുമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. പലരുടെയും വിശ്വാസത്തിൽ ക്ഷയം സംഭവിക്കുന്നു. അനേകം ജീവിതങ്ങൾ വിഷാദത്തിലേക്ക് പോകുന്നു. പലർക്കും ഒരു മടുപ്പും തളർച്ചയും അനുഭവപ്പെടുന്നു. പ്രാർത്ഥിച്ചിട്ടൊന്നും വലിയ പ്രയോജനമില്ല എന്നുള്ള ചിന്തകളും അത്തരത്തിലുള്ള മനോഭാവങ്ങളൊക്കെ അനേകരിൽ രൂപപ്പെടുന്നു. ദൈവം സർവശക്തനാണെങ്കിൽ ഈ പകർച്ചവ്യാധി നിയന്ത്രിച്ചൂടെ, ലോകത്തിൽ നിന്ന് ഇതിനെ ഉന്മൂലനം ചെയ്തുകൂടെ എന്ന് ചിന്തിക്കുന്ന അനേകരെ, എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ദൈവമായ കർത്താവ് അറിയാതെയും അനുവദിക്കാതെയും ലോകത്തിലും സഭയിലും നമ്മുടെ കുടുംബങ്ങളിലും വ്യക്തിജീവിതത്തിലും ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. ദൈവജനം എപ്പോഴും വിശ്വസിക്കേണ്ടത് നമ്മുടെ കർത്താവിൻ്റെ സർവാധിപത്യത്തിലാണ്. നമ്മുടെ ദൈവം സർവാധിപത്യമുള്ളവനാണ്. തൻ്റെ സർവാധിപത്യം ഉപയോഗിച്ച് തൻ്റെ ഏതുദ്ദേശവും നടപ്പിലാക്കാൻ ദൈവമായ കർത്താവിന് കഴിയുമെന്നുള്ള ആഴമേറിയ വിശ്വാസം ഓരോ ദൈവ പൈതലിനും ഉണ്ടാകണം. കർത്താവ് ഉറക്കം തൂങ്ങിയിരിക്കുകയല്ല. ഇതൊന്നും അറിയാതെ പോകുന്നവനല്ല നമ്മുടെ ദൈവം. ദൈവവചനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് നമുക്ക് നൽകുന്ന ആലോചന, മന്ദോഷ്ണത ദൈവജനത്തിലെ നാശം. മന്ദോഷ്ണത ദൈവജനത്തിനെ നാശം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ജീവിതങ്ങളിലും കുടുംബങ്ങളിലും വന്നടിക്കുന്ന പ്രതിസന്ധികളും പ്രതികൂലങ്ങളും മൂലം അനേകരുടെ വിശ്വാസം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു. പലർക്കും വിശ്വാസം തന്നെ ഇല്ല.
എന്തിനാ വിശ്വസിക്കുന്നത്? വിശ്വസിച്ചിട്ട് എന്നാ കിട്ടാനാ? ഇതെല്ലാം പാഴാണ്, നേരം പോക്കാണ്. ഇതുവരെ വിശ്വസിച്ചതെല്ലാം നഷ്ടമായിപ്പോയി. ഇതൊക്കെ വെറും വിദ്യയായിട്ടുള്ള ചില ചിന്തകളാണെന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് ജീവിതങ്ങൾ ഞാൻ കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ പലരുമായി സംസാരിച്ചപ്പോൾ അനേകരുടെ വിശ്വാസം ഇങ്ങനെ കെട്ടുകെട്ടു പോവുകയാണ്. വിശ്വാസക്ഷയം സംഭവിക്കുന്ന ഒരുപാട് ആത്മാക്കൾ ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥനയിൽ മന്ദത, വചന പഠന ധ്യാനത്തിൽ അവർക്കൊരു മരവിപ്പ്, ആത്മീയ കാര്യങ്ങളിലൊക്കെ ശുഷ്കത, ഉദാസീനത, എല്ലായിടങ്ങളിലും ഒരു മന്ദോഷ്ണതയുടെ അരൂപി പ്രവർത്തിക്കുന്നത് നമുക്കിന്ന് കാണാൻ കഴിയും. ഇത് ദൈവജനത്തിന് നാശമാണ്, ഇത് സഭയ്ക്ക് തളർച്ചയാണ്, നമ്മുടെ കുടുംബങ്ങൾക്ക് ഇത് വലിയ തകർച്ചയാണെന്നുള്ള സത്യം എൻ്റെ സഹോദരി സഹോദരങ്ങളെ നമ്മൾ മറന്നു പോകരുത്. മന്ദോഷ്ണത ദൈവജനത്തിന് നാശമാണ്, നമ്മുടെ കുടുംബങ്ങൾക്ക് നാശമാണ്. വെളിപാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 15-ഉം 16-ഉം തിരുവചനങ്ങൾ. നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു. നീ തണുപ്പോ ചൂടോ ഉള്ളവനല്ല, തണുപ്പോ ചൂടുള്ളവനായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ചൂടോ തണുപ്പില്ലാതെ മന്ദോഷ്ണനാകയാൽ നിന്നെ ഞാൻ എൻ്റെ വായിൽ നിന്ന് തുപ്പിക്കളയും. ഈ വചനത്തിലൂടെ കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് നൽകുന്ന ആലോചന എന്താ? നമ്മൾ പല പ്രാവശ്യം വായിച്ച് ധ്യാനിച്ചിട്ടുള്ള തിരുവചന ഭാഗമാണത്. ലവോദിക്കിയ സഭയെ കർത്താവ് ശാസിക്കുകയാണ്. തൻ്റെ സഭയെ നോക്കി കർത്താവ് പരാതി പറയുക. കർത്താവ് കൊടുത്ത കംപ്ലൈൻ്റ് എന്തായിരുന്നു? നിന്റെ പ്രവർത്തികൾ ഞാൻ അറിയുന്നു. നമ്മുടെ ഓരോ പ്രവൃത്തിയും കർത്താവിൻ്റെ കൺമുൻപിലുണ്ട്. ആരും അറിയില്ല, ആരും കാണുന്നില്ല എന്നൊക്കെ ചിന്തിച്ച് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും കർത്താവിൻ്റെ കൺമുൻപിലുണ്ട്. ഗോഡ് സീസ് എവറിത്തിങ്. ദൈവം എല്ലാം നല്ലതുപോലെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു. തുടർന്ന് കർത്താവ് പറയുകയാണ്, നീ ചൂടോ തണുപ്പോ ഉള്ളവനല്ല. നീ ചൂടോ തണുപ്പുള്ളവനായിരുന്നുവെങ്കിൽ വിരോധമില്ലായിരുന്നു. എന്നാൽ നീ മന്ദോഷ്ണനാണ്. നീ മന്ദോഷ്ണനാകയാൽ എൻ്റെ വായിൽ നിന്ന് ഞാൻ നിന്നെ തുപ്പിക്കളയും. ഞാൻ നിന്നെ റിജക്റ്റ് ചെയ്യും, ഞാൻ നിന്നെ നീക്കിക്കളയും. ഭയാനകമായ ഒരു കാര്യമാണ്. ഇത് ആരാ പറയുന്നത്? സാക്ഷാൽ കർത്താവാണ് തൻ്റെ സഭയോട് ഈ ദൂത് പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇവിടെ ചില സത്യങ്ങൾ കിടപ്പുണ്ട്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ലോകത്തിൽ പ്രതിസന്ധികളും പ്രതികൂലങ്ങളൊക്കെ വർദ്ധിക്കുമ്പോൾ ദൈവജനത്തിൻ്റെ പ്രത്യാശ വളരുകയാണ്. നമ്മളിന്ന് കാണുന്ന ഈ പ്രതിസന്ധികളൊന്നും അവിചാരിതങ്ങളല്ല. ഇതെല്ലാം ചില അടയാളങ്ങളാണ്. നമ്മുടെ കർത്താവ് പറഞ്ഞു, ഇതെല്ലാം കാണുമ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, അവൻ അടുത്തെത്തിയിരിക്കുന്നു. കർത്താവിൻ്റെ രണ്ടാം വരവിൻ്റെ ആ സമയം സമാഗതമായി കൊണ്ടിരിക്കുകയാണ്. സഭ മുഴുവനും തൻ്റെ മണവാളനായ യേശുവിൻ്റെ പ്രത്യാഗമനത്തിനായി നോക്കിപ്പാർത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഇറ്റുനോവിലൂടെയാണ് ഇന്ന് സഭ കടന്നു പോകുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ഈ നാളുകളിൽ കൂടുതൽ പ്രാർത്ഥനയിലും കൃപയിലും അഭിഷേകത്തിലും തീഷ്ണതയിലും വചനത്തിലും ദൈവജനം കത്തിജ്വലിക്കേണ്ട നാളുകളാണ്. അതിനു പകരം ആത്മീയ മരവിപ്പ്, നിസ്സംഗത, നിഷ്ക്രിയത്വം, മന്ദത, മന്ദോഷ്ണത, മടുപ്പ്, തളർച്ച, ഉദാസീനത, ശുഷ്കാന്തിയില്ലായ്മ, ഇതിലേക്കാണ് അനേക ദൈവമക്കള് വഴുതി വീണുകൊണ്ടിരിക്കുന്നത്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, കർത്താവിൻ്റെ ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിക്കുന്നതാണ് മന്ദോഷ്ണത, ഇളം ചൂട്. ഇവിടെ കർത്താവ് പറയും, ഒന്നെങ്കിൽ നീ ചൂടുള്ളവനാകുക, അല്ലെങ്കിൽ നീ തണുപ്പുള്ളവനാകുക. ഈ ഇളം ചൂട് അത് വലിയൊരു കംഫർട്ടാണ്. എന്താണ് ഈ ഇളം ചൂട് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്? ചൂടുമല്ല തണുപ്പുമല്ല, അതൊരു ഹാഫ് കമ്മിറ്റ്മെൻ്റ് ആണ്.
പൂർണ്ണമായ സമർപ്പണമില്ലായ്മ, പൂർണ്ണമായ സ്നേഹമില്ലായ്മ, കർത്താവിനോട് ഡിവോഷൻ ഇല്ല, ഹാഫ് ഹാർട്ടഡാണ്, പൂർണ്ണമായ ഹൃദയം കൊടുത്തിട്ടില്ല, പകുതി ഹൃദയം കൊടുത്തിട്ടുള്ളൂ, പകുതി മറ്റു പലതിലേക്കും നൽകിയിരിക്കുകയാണ്. കർത്താവിൻ്റെ ഹൃദയത്തിന് വല്ലാതെ വേദനിപ്പിക്കുന്ന നീ നോ കമ്മിറ്റ്മെൻറ്റ്, നിനക്കൊരു കമ്മിറ്റ്മെൻ്റ് ഇല്ലെങ്കിലും എനിക്ക് ഇത്രയും സങ്കടമില്ല എന്നാണ് കർത്താവ് പറയുന്നത്. അപ്പോൾ കർത്താവിൻ്റെ ഹൃദയത്തിന് എന്തുമാത്രം ഭാരവും വേദനയും വരുന്നുണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഉദാസീനരായ ആത്മാക്കളെ പ്രതി, മന്നോഷ്ടരായ ആത്മാക്കളെ പ്രതിയാണ് നമ്മുടെ കർത്താവ് ഏറ്റവും അധികം വേദനിക്കുന്നത്. വിശുദ്ധ മരിയ ഫൗസ്റ്റീനയോട് കർത്താവ് ഇത് പറഞ്ഞിട്ടുണ്ട്. മന്നോഷ്ടരായ ആത്മാക്കളാണ് എൻ്റെ ഹൃദയത്തെ ഏറ്റവും അധികം സങ്കടപ്പെടുത്തുന്നത്. ഇവിടെ കർത്താവ് പറയും, നിനക്ക് ഒരു കമ്മിറ്റ്മെൻ്റ് ഇല്ലെങ്കിലും, നിനക്ക് എന്നോട് ഒട്ടും സ്നേഹമില്ലെങ്കിലും, നീ എന്നെ അന്വേഷിക്കുന്നില്ലെങ്കിലും എനിക്ക് ഇത്രയും സങ്കടമില്ല. പക്ഷെ നീ എന്നെ അന്വേഷിക്കുന്നത് പറയുകയും, നീ എന്നെ സ്നേഹിക്കുന്നുവെന്ന് പറയുകയും, നീ എൻ്റെ മിഷന് വേണ്ടി നിലകൊള്ളുമെന്ന് പറയുകയും, എന്നാൽ ഹാഫ് കമ്മിറ്റ്മെൻറ്റ്, പകുതി സമർപ്പണത്തോടെ, പകുതി ഹൃദയത്തോടെ, പകുതി സ്നേഹത്തോടെ നീ ഇത് നിർവഹിക്കുമ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. കർത്താവ് തൻ്റെ സഭാമക്കളോട് ഈ മെസ്സേജ് നൽകുകയാണ്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ലവോദിക്യ സഭയെ പ്രതി കർത്താവ് നൊമ്പരപ്പെടുകയാണ്. കർത്താവ് എന്താ പറഞ്ഞത്? ഞാൻ തുപ്പിക്കളയും, ഞാൻ നീക്കം ചെയ്യും, ഞാനതിനെ റിമൂവ് ചെയ്യും. എൻ്റെ വായിൽ നിന്ന് തുപ്പിക്കളെ, കഠിന വാക്കാ ഈശോ അവിടെ ഉച്ചരിക്കുന്നത്. തുപ്പിക്കളയെന്ന് പറയുന്നത് എന്താണ്? ഞാൻ അതിനെ മാറ്റി നിർത്തുകയാണ്. കർത്താവിൻ്റെ സഭയ്ക്കും കർത്താവിൻ്റെ രാജ്യത്തിനും ആ വ്യക്തിക്ക് പിന്നെ ഒരു പ്രയോജനവുമില്ല. ആ വ്യക്തിയെ കർത്താവ് റിമൂവ് ചെയ്യുകയാണ്. അപ്പോൾ മന്നോഷ്ടരായ ആത്മാക്കൾ അപകടമാണ് പ്രിയപ്പെട്ടവരെ. ഇതിനോട് ബന്ധപ്പെട്ട് ലൂക്കായുടെ സുവിശേഷം 22:46 കാണാൻ പറ്റും. ഗദസമനിൽ കർത്താവ് ചങ്ക് പൊട്ടി പ്രാർത്ഥിക്കുക. തൻ്റെ പ്രാർത്ഥനയുടെ തീവ്രതയാൽ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായി ഇറ്റിറ്റ് വീഴുക. കർത്താവ് വന്ന് നോക്കിയപ്പോൾ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ ഉറങ്ങി വിശ്രമിക്കുകയാണ്. കർത്താവിന് എന്തുമാത്രം സങ്കടം തോന്നിക്കാണും. തൊട്ടുപുറകിൽ അവർ പ്രാർത്ഥിച്ചുകൊണ്ട്, സ്നേഹിച്ചുകൊണ്ട് ഈശോയെ പ്രോത്സാഹിപ്പിക്കേണ്ടതായിരുന്നു. ഈശോയുടെ ഹൃദയത്തിന് ആശ്വാസം കൊടുക്കേണ്ടതായിരുന്നു. അതിനു പകരം അവർ തളർന്നുറങ്ങുകയാണ്. കർത്താവ് ചോദിച്ചത് എന്താ? നിങ്ങൾ ഉറങ്ങുന്നത് എന്ത്? എന്താ എൻ്റെ അർത്ഥം? നിങ്ങളിപ്പോൾ ഉറങ്ങേണ്ട സമയമാണോ? നിങ്ങൾക്ക് ക്ഷീണമുണ്ട്, നിങ്ങൾക്ക് തളർച്ചയുണ്ട്, നിങ്ങൾ ഉണർവോടുകൂടെ എന്നോടുകൂടി ആയിരിക്കേണ്ടതല്ലേ? നിങ്ങൾ ഉറങ്ങുന്നത് എന്ത്? പലപ്പോഴും ഇന്ന് ഈ ചോദ്യം നമ്മുടെ കർത്താവ് ചോദിക്കുന്നത്. ഇത്രമാത്രം പ്രതിസന്ധികളും പ്രതികൂലങ്ങളും തകർച്ചകളും നൊമ്പരങ്ങളും പീഡകളും അസ്വസ്ഥകളൊക്കെ ലോകത്തെ, സഭയെ, നമ്മുടെ കുടുംബങ്ങളെ, ദേശങ്ങളെ ആഞ്ഞടിച്ചിട്ടും ഇപ്പോഴും നമ്മളൊരു മന്ദതയിലാണ്, നമ്മളൊരു മരവിപ്പിലാണ്, നമ്മളൊരു നിസ്സംഗതയിലാണ്, നിഷ്ക്രിയത്വത്തിലാണ്, ക്ഷയാത്മകമായൊരു നിലപാടിലാണ്. പ്രാർത്ഥനയിൽ, കൃപയിൽ, അഭിഷേകത്തിൽ, വചനത്തിൽ ഉജ്ജ്വലിക്കുവാൻ എൻ്റെ സഹോദരി സഹോദരങ്ങളെ നമുക്ക് കഴിയാതെ പോകുന്നു. ഈ മന്ദതയാണ് കർത്താവിനെ വല്ലാതെ സങ്കടപ്പെടുത്തുന്നത്. മത്തായിയുടെ സുവിശേഷം 26:40 വരണം. അവിടെ കർത്താവ് ഇതുപോലെ തന്നെ ഉറങ്ങി വിശ്രമിക്കുന്ന ശിഷ്യരുടെ അടുത്തേക്ക് ചെന്ന് പത്രോസാണ് ചോദിക്കുന്നത്, പത്രോസേ, 1 മണിക്കൂറെങ്കിലും എന്നോടൊപ്പം ഉണർന്നിരിക്കാൻ കഴിഞ്ഞില്ലേ? നിങ്ങൾ വിശ്രമിക്കുകയാണോ? നിങ്ങൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണോ? പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ കുടുംബങ്ങളെ നോക്കി, നമ്മുടെ സഭാ സമൂഹങ്ങളെ നോക്കി, നമ്മുടെ കൂട്ടായ്മകളെ നോക്കി കർത്താവ് പറയുക, പ്രതിസന്ധിയുടെ നാളുകൾ നിങ്ങൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണോ? നിങ്ങൾ മന്ദഗതിയിലാണോ? നിങ്ങൾ ആത്മീയ മരവിപ്പിലാണോ? ഇത് ഉണരേണ്ട സമയമല്ലേ? ഇത് മുട്ടുമടക്കേണ്ട സമയമല്ലേ? ഇത് പ്രാർത്ഥിക്കേണ്ട സമയമല്ലേ? ഇത് സ്നേഹത്തിൽ ജ്വലിക്കേണ്ട സമയമല്ലേ? മന്നോഷ്ണത നമുക്ക് നാശമാണ്, നമ്മുടെ കുടുംബങ്ങൾക്ക് തകർച്ചയാണ്. മാർക്കോസിന്റെ സുവിശേഷം 12:30 നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്കിന്നൊരു മന്ദത വന്നു. നമ്മളിന്ന് ഹാഫ് കമ്മിറ്റഡാണ്. നമ്മുടെ അവിടെ സമർപ്പണമൊക്കെ ഇന്ന് ഒരുപാട് മങ്ങിക്കൊണ്ടിരിക്കുക ദൈവമക്കളെ. പകരം ലോകത്തോട്, ലോകമോഹങ്ങളോട്,
എൻ്റർടൈൻമെൻറ്റ്സ്, ലോകത്തിൻ്റെ വിനോദങ്ങൾ, ലോകത്തിൻ്റെ ഉല്ലാസങ്ങൾ, ലോകം തരുന്ന നൈമിഷികമായ സുഖങ്ങൾ, ഇതൊക്കെയാണ് പലപ്പോഴും നമ്മൾ ഇന്ന് ആകൃഷ്ടരാകുന്നത്. കർത്താവിനോടുള്ള ഒരു ഹാഫ് കമ്മിറ്റ്മെൻറ്റ്, നമ്മൾ ഹാഫ് ഹാർട്ടഡായിട്ട് മാറി. ഇതാണിന്ന് പല ദുരിതങ്ങളുടെയും തകർച്ചകളുടെയും കാരണമെന്ന് പ്രിയ ദൈവത്തിൻ്റെ ജനമേ നമ്മൾ തിരിച്ചറിയാതെ പോകരുത്. യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം 2:15 നമ്മൾ കാണുന്നുണ്ട്, ലോകത്തെ ലോകമോഹങ്ങളെ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ അവനിൽ പിതാവിൻ്റെ സ്നേഹമുണ്ടാവുകയില്ല. നമ്മൾ ലോകത്തെ സ്നേഹിക്കാനുള്ളവരല്ല, ലോകമോഹങ്ങളനുസരിച്ച് ജീവിക്കാനുള്ളവരല്ല. മാർക്കോസിന് സുവിശേഷം 12-ാം അധ്യായം 30-ാം വചനത്തിൽ കാണുന്നില്ലേ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ നിന്റെ ദൈവമായ കർത്താവിനെ നീ സ്നേഹിക്കണം. ഇതാണ് കർത്താവ്. എ ഹോൾ ഹാർട്ട്, ഫുൾ കമ്മിറ്റ്മെന്റ്, ഫുൾ ഡിവോഷൻ നമുക്ക് കർത്താവിനോട് ഉണ്ടാക്കണം. പലപ്പോഴും നമുക്കവിടെ മങ്ങിലേൽക്കുന്നു, ശുഷ്കത വരുന്നു. അപ്പോൾ നമ്മൾ ഉണരേണ്ട 1-ാമത്തെ തലം നമ്മുടെ പ്രാർത്ഥനയാണ്. എൻ്റെ പ്രിയപ്പെട്ട, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം ശക്തിപ്പെടണം. ഈ സമയം കൂടുതൽ പ്രാർത്ഥിച്ചും പരിത്യാഗം ചെയ്തും ഒരുപാട് വ്യക്തികൾ മുന്നോട്ട് വരണം. ലോകത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, കർത്താവിൻ്റെ പദ്ധതികൾക്ക് വേണ്ടി പരിത്യാഗമെടുത്ത് സമർപ്പണത്തോടെ പ്രാർത്ഥിക്കുവാൻ തീഷ്ണതയുള്ള സഹനാത്മാക്കൾ, ബലിയാത്മാക്കൾ സഭയിലുണ്ടാകണം. വലിയ അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യും. പത്രോസിന് 1-ാം ലേഖനം 4:7 പറയുന്നുണ്ട്, എല്ലാറ്റിൻ്റെ സമയമെടുത്തു, നിങ്ങൾ സമചിത്തരും, പ്രാർത്ഥനയിൽ ജാഗരൂകരായിരിക്കും. വാച്ച് ആൻഡ് പ്രേ. എല്ലാറ്റിനും സമയമെടുത്തു. ഇപ്പോൾ പ്രാർത്ഥനയിൽ ജാഗ്രത വേണ്ട, പ്രാർത്ഥനയിൽ ഉണർവ് വേണ്ട സമയമാണ്. പരിത്യാഗ പ്രവർത്തികൾ, പ്രാശ്ചിത്ത പ്രവർത്തികൾ, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി, ലോകത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി, മാരക പാപത്തിൽ ജീവിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി, ജഡിക പാപത്തിൽ ജീവിക്കുന്നവർക്ക് വേണ്ടി, അനുതാപമില്ലാതെ മാനസാന്തരമില്ലാതെ ജീവിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി, വിശ്വാസത്യാഗികളായ ആത്മാക്കൾക്ക് വേണ്ടി, ദൈവദൂഷകരും ദൈവനിന്ദകരുമായ ആത്മാക്കൾക്ക് വേണ്ടിയൊക്കെ പരിത്യാഗമെടുത്ത്, സഹനങ്ങൾ ഏറ്റെടുത്ത് ഉണർവോടെ പ്രാർത്ഥിക്കുന്ന സഹനാത്മാക്കൾ സഭയിലുണ്ടാകണം. അതിലൊരുവനായി ഒരുവളായി നമ്മൾ മാറണം. രണ്ടാമത് നമ്മൾ ഉണരേണ്ടത് കർത്താവിൻ്റെ വചനത്തോടുള്ള ബന്ധത്തിലാണ്. ദൈവവചനത്തെ സ്നേഹിക്കണം. നമ്മൾ ദിവസത്തിൽ പല പ്രാവശ്യം വചനം, എല്ലാവരും ഇങ്ങോട്ട് നോക്കി, വചനം ഇങ്ങനെ ഭക്ഷിച്ചുകൊണ്ടിരിക്കണം. വചനം ഭക്ഷിച്ച് 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 നമ്മൾ ശക്തിപ്പെടണം. നമ്മൾ കൃപയിൽ ഉണരണം, അഭിഷേകത്തിൽ ജ്വലിക്കണം, ദൈവ സാന്നിധ്യത്തിൽ നമ്മൾ പ്രകാശിതരാകണം, പ്രശോഭിതരാകണം. കർത്താവിൻ്റെ വചനം കൂടെ കൂടെ ഭക്ഷിച്ച് 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 നമ്മൾ ആത്മശക്തിയുള്ളവരാകുക. തിമോത്തിയോസിന് 2-ാം ലേഖനം 3:15 പൗലോസ് പറയുന്നുണ്ട്, നിന്നെ ജ്ഞാനിയാക്കുന്ന വചനം, നീ ബാല്യകാലം മുതൽ പഠിച്ച വചനം നീ കൂടുതൽ കൂടുതൽ പരിശീലിക്കണം. അപ്പോൾ വചനത്തിൽ വളരാൻ 1 പത്രോസ് 2:2 പറയുന്നുണ്ട്, ഇളം പൈതങ്ങളെ പോലെ ആത്മീയ പാലിന് വേണ്ടി നിങ്ങൾ ദാഹിക്കുക. ഏതാണ് ഈ ആത്മീയ പാല്? കർത്താവിൻ്റെ നിർമ്മലമായ വചനമാണ്. വചനത്തോട് ദാഹമുള്ളവരാകണം, വചനത്തിൽ ഉണർവുണ്ടാകണം. പല പ്രാവശ്യം വചനം വായിച്ച് ആത്മാവിൽ ശക്തിപ്പെടണം. ഒന്നാമത് നമ്മൾ ബലപ്പെടേണ്ടത് ഇവാഞ്ചലൈസേഷൻ, കർത്താവിൻ്റെ മിഷനിലാണ്. സുവിശേഷവൽക്കരണ പ്രവർത്തനങ്ങളിൽ നമ്മൾ വളരെ വളരെ തീഷ്ണമതികളാകണം. അവിടെ നമ്മൾ ഹാഫ് കമ്മിറ്റഡ് ആയ പോരാ. നമ്മുടെ ഹൃദയം വിഭജിക്കപ്പെട്ടു പോരുത്. ഈ പ്രതിസന്ധിയുടെ നാളുകളിലും കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക്, കർത്താവിൻ്റെ സഭയുടെ നന്മയ്ക്ക് വേണ്ടി, കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ വ്യാപനത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നുണ്ട്, 2 തിമോത്തി 1:8, കർത്താവിന് സാക്ഷ്യം നൽകുന്നത് നീ ലജ്ജിക്കരുത്, നീ നാണിക്കരുത്. വീണ്ടും റോമർ 1:16 പൗലോസ് പറയാണ്, ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെ പ്രതി ഞാൻ ലജ്ജിക്കുന്നില്ല, കാരണം വിശ്വസിക്കുന്ന ഏതൊരുവരും രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ് ക്രിസ്തുവിൻ്റെ സുവിശേഷം. എന്തൊരു അഭിമാന ബോധത്തോടെയാണ് പൗലോസ് പറയുന്നത്. നമ്മുടെ ഇവാഞ്ചലൈസേഷൻ സീല് വർദ്ധിക്കണം. ഇവിടൊക്കെ നമ്മൾ മന്നരും, നമ്മൾ മൂഢരും, നമ്മൾ മരവിപ്പുള്ളവരും, നമ്മൾ അവിടെ വിഘടിത ബുദ്ധിയുള്ളവരും പിന്മാറ്റക്കാരുമായാൽ അത് അപകടമാണെന്ന് പരിശുദ്ധാത്മാവ് പറയാം. ഇന്ന് സഭയുടെ, സമൂഹത്തിൻ്റെ, ക്രൈസ്തവ കുടുംബങ്ങളുടെയൊക്കെ തളർച്ചയ്ക്കും തകർച്ചയ്ക്കും ഒരു കാരണം നമ്മൾ ഈ ഹാഫ് കമ്മിറ്റ്മെൻ്റ് ആയതാണ്, ഹാഫ് ഹാർട്ടഡായി മാറിയതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ശ്രദ്ധിക്കണം. 4-മത്, വിശുദ്ധ ജീവിതത്തിൽ നമ്മുടെ മന്ദത മാറണം.
നമ്മുടെ ആത്മാവിൻ്റെ ഉറപ്പ് വരുത്തി ജീവിക്കേണ്ട നാളുകളാണ്. കാലമാസന്നമായി. കർത്താവിൻ്റെ പ്രത്യാഗമനം അടുത്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് പറഞ്ഞ പല പ്രവചനങ്ങൾ ഈ നാളിൽ നിറവേറിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ കൺമുൻപിൽ കാണുമ്പോഴും ഈ ലോകത്തിൻ്റെ മോഹത്തിൻ്റെ പുറകെ പോയി നമ്മൾ നശിക്കരുത്. നമ്മുടെ ആത്മാവിൻ്റെ രക്ഷ ഉറപ്പ് വരുത്തി മറ്റുള്ളവരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി അധ്വാനിച്ച് പ്രാർത്ഥിച്ച് മുന്നേറേണ്ട നാളുകളാണിത്. നമ്മൾ വിശുദ്ധ ജീവിതത്തിൽ ഉണർവുള്ളവരാകണം, ജാഗ്രതയുള്ളവരാകണം. പൗലോസ് തെസ്സലോനി സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 4:3 പറയുന്നുണ്ട്, നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അവസാനമായി സഭയോടുള്ള സ്നേഹത്തിൽ, സഭയുടെ ശുശ്രൂഷകളോട്, സഭയുടെ കൂട്ടായ്മകളോട് അവിടെ നമ്മൾ നല്ല ഉണർവുള്ളവരാ, ജാഗ്രതയുള്ളവരാകണം. എബ്രായ പുസ്തകം 10:25 പറയാണ്, സഭാ കൂട്ടായ്മകൾ അടുത്ത് വരുമ്പോൾ നിങ്ങൾ പരസ്പരം പ്രോത്സാഹിപ്പിക്കണം. സഭയുടെ ശുശ്രൂഷകളെ സ്നേഹിക്കുവാൻ നിങ്ങൾ പരസ്പരം എൻകറേജ് ചെയ്യണം. നിങ്ങൾ പരസ്പരം ബൂസ്റ്റ് ചെയ്യണം. നിങ്ങൾ പരസ്പരം ഉപദേശിക്കണം. നിങ്ങൾ പരസ്പരം പങ്കുവെക്കണം. എവരിയുടെ അനുദിനം. എബ്രായർ 3:13 പറയാണ്. ഇത്ര മനോഹരമായ വാക്കുകളാണ് പ്രിയപ്പെട്ടവരെ. ഈ മേഖലകളിലൊക്കെ നമുക്ക് വന്നുപെട്ടിരിക്കുന്ന മന്നോഷതകൾ, മരവിപ്പുകൾ മാറ്റുക. ആ ഇളം ചൂടിൽ നമ്മൾ ഇരുന്നാൽ കർത്താവ് നമ്മളെ തുപ്പിക്കളയും. കർത്താവ് നമ്മളെ മാറ്റിക്കളയും, നമ്മൾ റിമൂവ് ചെയ്യും. നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ സമൂഹങ്ങൾ, ദൈവവിളികൾ നശിച്ചു പോകും. ഇന്ന് പല കോൺഗ്രിഗേഷൻസും ഇന്ന് തളർന്നുകൊണ്ടിരിക്കുകയാണ്. പല സഭാ സമൂഹങ്ങൾക്ക് ദൈവവിളികൾ കിട്ടുന്നില്ല. ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ, മന്ദത വന്നു പെട്ടിട്ടുണ്ടോ? മന്നോഷതയുണ്ടോ? ഹാഫ് കമ്മിറ്റഡ് ആണോ? ഹാഫ് ഹാർട്ടഡ് ആണോ? നമ്മൾ പരിശോധിക്കണം. അവിടെ എല്ലാ അപകടങ്ങളാണ്. കർത്താവ് പറയുന്നത് നിസ്സാര വാക്കൊന്നല്ല, കഠിന വാക്ക പറയുന്നത്. എൻ്റെ വായിൽ നിന്ന് ഞാൻ തുപ്പിക്കളയും. നിനക്ക് ഒരു സമർപ്പണമില്ലെങ്കിലും എനിക്കിഷ്ടം അതാണ്. സമർപ്പണമുണ്ട് എന്ന് ഭാവിച്ച് നീ സമർപ്പണമില്ലാതെ ജീവിക്കുന്നതാണ് എന്നെ ഏറ്റവും അധികം വേദനിപ്പിക്കുന്നതെന്ന് കർത്താവ് പറയാം. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, പ്രതിസന്ധിയുടെ നാളുകളിൽ ഈശോ നമുക്ക് തരുന്ന ഈ ആലോചന മനസ്സിലാക്കിക്കൊണ്ട് കർത്താവെ, സകലവിധ മന്ദതകളിൽ നിന്നും, മരവിപ്പിൽ നിന്നും, ഈശോയെ തീഷ്ണതയില്ലായ്മയിൽ നിന്നും, കർത്താവെ ആത്മീയ നിസ്സംഗത, നിഷ്ക്രിയത്വത്തിൽ നിന്ന് വിമോചിപ്പിക്കണമേ. പ്രാർത്ഥനയിൽ ഉണർവ് നൽകണമേ. വചന പഠന ധ്യാനത്തിൽ കൂടുതൽ കൂടുതൽ കൃപ തരണമേ. കർത്താവ് വിശുദ്ധിയോടെ ജീവിക്കാൻ അഭിഷേകം തരണമേ. കൂടുതൽ സുവിശേഷ പ്രവർത്തനങ്ങൾക്കായി, ഇവാഞ്ചലൈസേഷനായി ഞങ്ങളെ കൂടുതൽ പ്രാപ്തരാക്കണമേ. ഇവാഞ്ചലൈസേഷൻ സീൽ വർദ്ധിപ്പിക്കണമേ. നമ്മൾ കർത്താവിനോടങ്ങ് വിളിച്ചപേക്ഷിക്കുമ്പോൾ ഈ ഒരു അനോയിൻറ്റിങ് ദൈവം നമുക്ക് തരും. പ്രിയപ്പെട്ടവരെ, മന്നോഷ്ടത ദൈവജനത്തിന് നാശമാണെന്നുള്ള സത്യം മനസ്സിലാക്കി കൂടുതൽ തീഷ്ണതയോടെ, ഉണർവോടെ, കൃപയോടെ, ആത്മശക്തിയോടെ നമുക്കൊരുമിച്ച് മുന്നേറാം. കർത്താവിൻ്റെ രാജ്യം ലോകത്തിൽ വരട്ടെ. കർത്താവിൻ്റെ സമാധാനം ലോകത്തിൻ്റെ സഭയിലും നിറയട്ടെ. കർത്താവിൻ്റെ നന്മകളാൽ നമ്മുടെ സമൂഹങ്ങൾ കൂടുതൽ കൂടുതൽ സമ്പന്നമാകട്ടെ. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ.